ഹലോ ഗൈസ്, ഇന്ന് ഒരു ഈവനിങ്ങിലെ കുറച്ച് ഞങ്ങളുടെ വർത്തമാനങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വലിയ സൈക്കിൾ എടുത്തിട്ടാ, ഇത് കുട്ടി സൈക്കിള്, നിന്റെ കുഞ്ഞിലത്തെ സൈക്കിളല്ലേ ഇത്? കളയാറായില്ല? കളയില്ല? നിങ്ങളിപ്പോൾ കണ്ട കുട്ടി സൈക്കിളില്ലേ, അതവൻ്റെ ഒരു 4 വയസ്സ് തൊട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ അവൻ ഡെയിലി ഒരു തവണയെങ്കിലും ആ സൈക്കിള് ഓടിച്ചു നോക്കാറുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് അവന് വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് പാവം തോന്നി. അത് ഓടിച്ച് അവനത് മടുത്തു ആ കുട്ടി സൈക്കിള്. എന്നാലും അവനിഷ്ടമാണ്. ഒരു ദിവസമെങ്കിലും അവൻ ഓടിക്കാതിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പരിപാടി എന്താ പരിപാടി? എന്താ പറഞ്ഞിട്ടിരുന്ന പറ. അതോ ഞാൻ നോക്കുമ്പോ ഈ സൈക്കിളും ഇവിടെ കൊണ്ടുവച്ചിട്ടേ മൊത്തം അഴിച്ചു. എന്നിട്ട് 2 കൈക്ക് 2 ഉറയൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നോണ്ട് ഭയങ്കര പണിയാ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ അറിയുമോന്ന്. അപ്പൊ എന്നോട് പറയല്ലേ, എന്റെ അമ്മ ഞാൻ ഇതൊക്കെ പഠിച്ചതാണ്. എന്താ പറയാ, എന്ത് ചെയ്യാൻ പോവാ? ഇതും കൊണ്ട് ആ മാങ്ങ വീഴ്ത്തട്ടെ. എന്നാ വാ വാ, ഒരാഗ്രഹല്ലേ ഈ മാങ്ങ ഇങ്ങനെ. ചിരിക്കണേ. അയ്യോ, എനിക്ക് അറിയണ്ടത് എങ്ങനെ ഇരിക്കുന്നത്. വാ, ഞാൻ കാണിച്ചു തരാം. അച്ഛ ഒന്ന് കാണിച്ചു കൊടുത്തേ. അച്ഛോ ഒന്ന് കാണിച്ചു കൊടുത്തേ അമ്മേനെ. ഇതിങ്ങനെ പിടി. എന്നിട്ട് ഇതിൽ അറിയത്തില്ല എനിക്ക്. ഇങ്ങനെ പിടിച്ചേ, ഈ കയ്യിലല്ല, ഈ കൈ എന്റെ കൈ ഇതല്ലേ അമ്മ പിടിക്കുന്ന ഇങ്ങനെ. ആ അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. കല്ലെടുക്കടാ, കല്ല് തിരിച്ചു പിടി. എന്റെ കുഞ്ഞു തന്നെ ഞാനിവിടെ സഹായിച്ചു തരാം. അമ്മ എന്നെ സഹായിക്കണ്ട, എനിക്കറിയാം. ഇത് പിടിച്ചു അങ്ങ് ബാക്കിക്ക്. അങ്ങനെയല്ലേ വലിച്ചുപിടി വലിച്ചുപിടി. ഇനി അത് വിട്, ആ കയ്യിലത്തെ വിട്. അങ്ങനെ വലിച്ചിട്ട് വിട്. അമ്മാളിക്കല്ല. ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനും ഞങ്ങളുടെ കൂടെ നടക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ നടക്കുന്ന സമയത്ത് അവനെ കൂടുതലിരുത്താറില്ല കേട്ടോ, അഴിച്ചുവിടും. അവൻ ഇങ്ങനെ പുറകെ നടക്കും. രാവിലെ തന്നെ കളി, വൈകുന്നേരമാണ് ടോബിക്ക് ഭയങ്കര കളി കൂടുതൽ. കുറുമ്പും കുസൃതിയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് നടക്കും. പിന്നെ ഭയങ്കര മടിയായിരിക്കും അവന് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടിക്കയറാൻ. നമ്മളെല്ലാവരും കയറിപ്പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്കയറും, തന്നെ കൂട്ടിക്കയറിക്കുള്ളൂ അവൻ. അമ്മ പൊട്ടിച്ച് പൊട്ടിച്ച് എൻ്റെ ചെടി പൊട്ടിക്കോ? ഇതിലെന്താ ഉള്ളത് നോക്കട്ടെ. ഇത് കുഴപ്പമില്ല. കണ്ടോ, ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇങ്ങനത്തെ ചള്ളൊക്കെ പൊട്ടിച്ച് കളയണേ. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ ഇതെല്ലാം കളഞ്ഞാലാണ് ആ പൂവിൻ്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അതൊക്കെ. പിന്നെ ഇത് നോക്കട്ടെ. കണ്ടോ, ഇതിലെത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്ക്. ഇത് കളയണം, എന്താ ഇത് കളയണം. ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞാൽ എന്താ ഈ പൂ നോക്കട്ടെ. ഇതും കുഴപ്പമില്ല. ഇത് കുറച്ച് നോക്കുന്നുണ്ടടാ, നോക്കുന്നുണ്ട്. ഹായ്. എന്തൊക്കെയാ നോക്ക് ഗൈസ്, പച്ചച്ച് നിന്ന് എൻ്റെ പുല്ലെല്ലാം നല്ല വാടിക്കരിഞ്ഞു ഗൈസ്, വാടിക്കരിഞ്ഞു. എന്തൊരു കഷ്ടമാണ് നോക്കിക്കേ വേനലായപ്പോൾ. നല്ല മണമില്ലേ? വലിയ അയ്യോടനൊന്നുമില്ല, ഭയങ്കര. അവൻ കുളിച്ചു പോയി. കുളിച്ചോ? 7 മണി 8 മണിയാവണം കളിച്ച് കഴിയണമെങ്കിൽ. എന്നിട്ടാണ് അവൻ്റെ കുളിയൊക്കെ. നല്ല മണമില്ലേ? എന്ത് രസം, നല്ല മണം. നല്ല ഈ ചെടി മേടിച്ചപ്പോഴേ അവർ പറഞ്ഞു കാറ്റടിക്കുമ്പോഴൊക്കെ മണം വരുന്നു. പക്ഷെ കാറ്റടിക്കുമ്പോൾ മണം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവും. നമ്മൾ ആരാ ഇവിടെ കളിക്കുന്നേ? ആരാ കളിക്കാ? ടോബി കുഞ്ഞേ, ടോബി ഒച്ചോടാ. മഞ്ഞ ഇവിടെ ഉണ്ടമ്മേ. ആ നിൽക്കുന്ന മഞ്ഞ ചെത്തി. ആ അത് മഞ്ഞയല്ല, അതിന്റെ അപ്പുറത്തെ. ഇത് നോക്കിയേ, ഇവിടെ ഒന്ന് നോക്കിയേ. എനിക്ക് പോടാ. എന്താണ് നീ എന്റെ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നേ?
ടോബി നീ എന്റെ കൊച്ചിനെ കൊണ്ട് എന്തോന്നാണ് ചെയ്യിക്കുന്നത്? മസാജ് മസാജ് ബോഡി മസാജ്. ടോബി 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 ചത്ത പോലെ കിടക്കാം. ടോബി എന്താ പരിപാടി ഇവിടെ? ഉറങ്ങിയൊന്നുമില്ല. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ വൈകുന്നേര സമയം. എന്താണെന്നറിയത്തില്ല, ഭയങ്കര സുഖമല്ലേ, നമുക്ക് ചൂടും അധികം ഉണ്ടാവില്ല, പുറത്തിറങ്ങി വർത്താനൊക്കെ പറഞ്ഞ് നടക്കാൻ ഭയങ്കര രസമായിരിക്കും. മിക്കപ്പോഴും ഞങ്ങൾ ഈ സമയത്ത് പുറത്ത് തന്നെയായിരിക്കും. ജോലിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഈ ഒരു സമയം വല്ലാണ്ട് മിസ്സാവാറുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോരെ. ഇപ്പൊ അവിടെ കിടക്കുവേ, നീ നോക്കിക്കോടി. എന്തേ എന്തേ ഇതിനെ അതിന്റെ കയ്യെ പിടിച്ച് പോകുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ. അമ്മ ഏത് പാട്ടാ പാടുന്നേ? ഈ ഒരു സമയത്ത് മാത്രമേ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഉച്ചയ്ക്കൊന്നും കൂടെ ഇറങ്ങാൻ പോലും പറ്റില്ല. ഈ കല്ലൊക്കെ നല്ല പഴുത്ത് കിടക്കും ചൂട് കാരണം. ഈ സമയം ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കും. അച്ചോ അച്ചോ മതി കളിച്ചത്, പോയി കുളിക്ക്. കണ്ടോ അമ്മ, കണ്ടോ കുപ്പി വെച്ചിട്ട് അതിനകത്ത് പ്രഷറായപ്പം അതിൻ്റെ അടപ്പ് തുറന്നു പോയത് കണ്ടോ, ഊതി നിറച്ച് കണ്ടോ. കേട്ടോ, നോക്കിയോ നോക്കിയോട്ടോ, നോക്കവേ നോക്ക്, ഞാൻ ഞെക്കും അവൻ, നോക്ക്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.